സാധനം വെച്ചെടുത്ത് കാണില്ല. എന്റെ വാലറ്റ് എവിടെ? നിഖിൽ ചുവന്ന മുഖത്തോടെ മേശപ്പുറത്ത് എറിഞ്ഞുകൊണ്ട് ഉറക്കെ ചോദിച്ചു. അത് നിഖിൽ എവിടെയാ വെച്ചത്? ആകെ ചോദിച്ചു. ഇവിടെ തന്നെ. നീ എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. നിന്റെ ഈ വൃത്തിയാക്കൽ കാരണം എന്റെ ടൈം എത്രയാ പോകുന്നത് നോക്ക്. ഷോ, ഞാൻ ഇനി മുറിയിൽ വന്നില്ലല്ലോ നിഖിൽ. ഞാൻ നോക്കാം. ഓഫീസിൽ പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്യും. പോയി കുളിക്ക്. അവൻ അതേ നീരസത്തോടെ ബാത്റൂമിലേക്ക് പോയി. തിരിച്ചു വരുമ്പോൾ കയ്യിൽ വാലറ്റ് വെച്ച് കൊടുത്ത് ആകാം. ഇന്നലത്തെ ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഇവൻ എടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ടാണോ ഈ ബഹളെല്ലാം ഉണ്ടാക്കിയേ? റിയലി? അല്ലാതെ പിന്നെ. അവൾ ചിരിച്ചു. നീ ഫുഡ് എടുത്ത് വെക്ക്. ആ പിന്നെ നിന്റെ ഇഡ്ഡലി, സാമ്പാർ, ദോശ, ചട്നി മുതലായ ഐറ്റംസ് ഒന്നും വേണ്ട. 2 പീസ് ബ്രെഡ് വിത്ത് ബട്ടർ, ജ്യൂസ്, ഓക്കെ? അവൾ മുഖം കുറിപ്പിച്ചു. എന്റെ ഫുഡാണ് ലോകത്തിന് ഏറ്റവും ന്യൂട്രീഷ്യസ് ആയത്. ബ്രെഡ് പോലും ബ്രെഡ്. നിഖി, നിന്റെ ഈ സ്വഭാവം എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓ, സമ്മതിച്ചു. നീ പോയെ. എനിക്കിന്ന് ക്ലയൻസ് മീറ്റിംഗ് ഉണ്ട്, പിന്നെ കമ്പനി മാനേജേഴ്സ് മീറ്റിംഗും. അവൾ അടുത്ത് ചെന്നു. കടുനീല ഷർട്ടിന്റെ ബട്ടണുകൾ ഇട്ടുകൊടുത്തു. അതെ, എത്ര ദേഷ്യം വന്നാലും അവിടെ കാണിക്കല്ലേ. ഇവിടെ വന്ന് എന്നോടായിക്കോ. നിഖിൽ പിശിക്കെന്ന് ചിരിച്ചു. കേട്ടോടാ മോനു. അവൾ ആ മൂക്കിൻ തുമ്പിൽ മൃദുവായി ചുംബിച്ചു. ഓക്കെ, ഐ വിൽ ട്രൈ. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കാറിൽ പോകുന്നവരെ അവൾ ഒപ്പം നിന്നു. ആ, ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീ. നീ വന്നിട്ട് ഞാൻ വരും. ഇല്ല, ഇന്നില്ല. പക്ഷെ അമ്മ വിളിച്ചിരുന്നു. ഒരു 2 ദിവസം. നോ വേ. വേണേ പോയി ഈവനിങ് തിരിച്ചു വരും. എന്തായാലും മെസ്സേജ് തരണം. ഓക്കെ, ബൈ. അവൾ പിന്നെയൊന്നും പറഞ്ഞില്ല. മുഖത്തൊരു ചിരി വരുത്തി അവനെ യാത്രയാക്കി. കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി നിന്നിട്ടേയില്ല ആകാം. നിഖിൽ സമ്മതിക്കാറില്ല അത്. വേണമെങ്കിൽ അവർ ഇവിടെ വന്ന് നിന്നോട്ടെ എന്ന മട്ടാണ്. സ്വന്തം വീട്ടിലും പോയി നിൽക്കില്ല. പോയാലും വൈകുന്നേരം തന്നെ തിരിച്ചു വരും. ആകെ അപ്പയോടാണ് കുറച്ചെങ്കിലും സോഫ്റ്റായിട്ട് സംസാരിക്കുക. ഒരേട്ടനുള്ളതിനോട് സംസാരിക്കുന്ന ബിസിനസ് കാര്യങ്ങൾ മാത്രം. നിഖിൽ അമ്മയെ കണ്ടിട്ടില്ലത്രേ. ഒരിക്കൽ അപ്പ പറഞ്ഞതാണ്. അതിൻ്റെ ഒരു നേരത്തെ വിഷാദം അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും മയങ്ങിക്കിടപ്പുണ്ടെന്ന് അവൾക്ക് തോന്നാറുണ്ട്. എന്നാലും കക്ഷിയൊന്നും ഭാവിക്കാറില്ല. ഒരു റഫ് ആൻഡ് ടഫ് മാൻ. നീ ഒരു മെഷീൻ പോലെയാണ്. രാവിലെ അലാറം വെക്കുന്നു, ഉണരുന്നു, ഓഫീസിൽ പോകുന്നു, വരുന്നു, പിന്നെ ലാപ്ടോപ്പിന്റെ മുന്നിൽ തന്നെ. അവൾ ഇടക്ക് പറയും. അവൻ കേട്ടതായി നടിക്കാറില്ല. പക്ഷെ അവൾക്കറിയാം അവളെ അവന് ജീവനാണ്. അവൾ എവിടെ പോയാലും അവൻ വരും മുന്നേ വരണമെന്ന് നിർബന്ധമുണ്ട്. അതെന്താ ഈ വാശി? ഞാൻ വരുമ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് എന്നെ കാത്തിരുന്നാൽ എന്താ നിനക്ക്? അതൊക്കെ വേറെ ഭർത്താക്കന്മാർ ചെയ്യും. നീയിൽ ചെയ്യില്ല. ഞാൻ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവണം. ലൈക്ക് സെർവൻറ്റ്. ഒരിക്കലും അങ്ങനെ ചോദിച്ചു പോയതിന് പിണങ്ങിയത് ഒരാഴ്ചയാണ്. ഈശ്വര, ആ ദിവസങ്ങളിൽ താൻ അനുഭവിച്ച വേദന. നിഖിൽ പഴയ പോലെ തന്നെ താൻ തന്നെ അങ്ങോട്ട് പോയി മിണ്ടി സോറി പറഞ്ഞു. നിഖിലിന് ഒരു വിഷമമല്ല എന്നോട് മിണ്ടിയില്ലെങ്കിൽ. ഭയങ്കര റൂഡാണ് കേട്ടോ. ഞാൻ നിന്നെ പോലൊരു പൈങ്കിളിയല്ല. നീ കണ്ണി കണ്ട ബുക്സൊക്കെ വായിച്ച് അതാണ് ലൈഫ് എന്ന് വിചാരിച്ച് വെച്ചേക്കുവാ. ഓ, ഭാര്യയോട് സ്നേഹം കാണിക്കുന്നത് പൈങ്കിളിയാണല്ലോ. നീ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ട് കാറിൽ പോയിക്കോ. എനിക്ക് ഇച്ചിരി പണി കൂടി തീർക്കാനുണ്ട്. അങ്ങനെയൊക്കെ പറയുമെങ്കിലും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് മടി കിടക്കും. ഒന്ന് മസാജ് ചെയ്യും. കൈയെടുത്ത് ശിരസിൽ വെക്കും. എനിക്ക് വായിക്കണ്ടേ? ഞാൻ ഓഫീസിൽ പോകുമ്പോൾ വായിക്കും. ആ ശബ്ദം, നോട്ടം, ചിരി ഒക്കെ അടിമയാക്കി കളയും തന്നെ. നോക്കിയിരുന്നാൽ സമയം പോകുന്ന അറിയുകയില്ല. നിഖിലിനോട് തനിക്ക് ഭ്രാന്തി പിടിച്ച പോലെയുള്ള ഒരു ഇഷ്ടമാണെന്ന് അവൾക്ക് തോന്നാറുണ്ട്. നിഖിൽ സമ്മതിച്ച സ്ഥിതിക്ക് അമ്മയെ പോയി കണ്ടിട്ട് വരാമെന്ന് അവൾ തീരുമാനിച്ചു. വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്കെല്ലാം അതിശയം. നിഖിൽ സമ്മതിച്ച് തന്നെയാണോ വന്നതെന്ന് അനിയത്തി എടുത്തു ചോദിച്ചു. സംസാരിച്ചിരുന്ന് തിരിച്ചു പോരാൻ വൈകി. ആ ടെൻഷനോടെ തന്നെയാണ് കാർ ഡ്രൈവ് ചെയ്തത്. നിഖിൽ മീറ്റിംഗിലായിരുന്ന സമയത്താണ് ഫോൺ വന്നത്. ആകെക്ക് ആക്സിഡന്റ്. ഹോസ്പിറ്റലിൽ ഡോക്ടർ കുര്യൻ ജേക്കബിന്റെ മുന്നിൽ അവൻ നിന്നു. സർജറി കൊണ്ട് എന്തെങ്കിലും ഹോപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയില്ല നിഖിൽ. അത്രയ്ക്കും വഷളാണ് കണ്ടീഷൻ. ഒരു കണ്ടെയ്നർ ലോറി ആകെയുടെ കാറിന് മുകളിൽ കൂടി കയറി ഇറങ്ങിയായിരുന്നു. കാറ് ബാക്കിയില്ല. അവൾ രക്ഷപ്പെട്ടു തന്നെ ഞങ്ങൾക്ക് അതിശയമാണ്. പക്ഷേ രക്ഷപ്പെട്ടു എന്ന് പറയാനും വയ്യ. നിനക്ക് നിന്റെ അപ്പയെപ്പോൾ തന്നെയാണ് ഞാനെന്ന് എനിക്കറിയാം. സത്യം നീ അറിഞ്ഞേ പറ്റൂ. ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാലും ഷീ വിൽ ബി ഇൻ ബെഡ്. ഇതൊക്കെ മനസ്സിലുണ്ടാവണം. പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അവൾക്ക് ബോധമുണ്ടോ? ഡോക്ടർ അതിശയത്തോടെ അവനെ നോക്കി. അവന്റെ കണ്ണ് നിറഞ്ഞിട്ട് കൂടിയില്ല. വെരി ബോൾഡ്. ഇപ്പൊ കുറച്ച് ടൈമുണ്ട്. എപ്പോഴാണ് മാറുന്നതെന്ന് അറിയില്ല. എനിക്ക് കാണും. ഐ വാണ്ട് ടു സീ ഹർ. ആകെ കഠിനമായ വേദനയ്ക്കിടെ ആ മുഖം കണ്ടു. അവളുടെ കണ്ണുകളിൽ നീർ നിറഞ്ഞു. നിഖിൽ കുനിഞ്ഞ് ആ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. കം ഫാസ്റ്റ്. ഐ വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. നിഖി, എനിക്ക് ഒറ്റക്കാവുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് മറ്റാരെക്കാളും നിനക്കറിയാം. ഫൈറ്റ് ലൈക്ക് എ വാരിയർ ബിക്കോസ് ഐ നീഡ് യു. അവൻ ഡോക്ടറെ നോക്കി. ഞാൻ പുറത്തുണ്ടാവും. ഷീ വിൽ ബി ബാക്ക്. ഷീ ഈസ് മൈ വൈഫ്, മൈ ഗേൾ. അപ്പം മാത്രം അവന്റെ ശബ്ദം അടച്ചു.
ഡോക്ടർക്ക് മുഖം കൊടുക്കാതെ അവൻ നടന്നുപോയി. അതിശയങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ പകച്ചിന്ന് പോകും. ഡോക്ടർ കുര്യന്റെ അവസ്ഥയും ആദ്യം അങ്ങനെയായിരുന്നു. ആകെയും വഹിച്ചുള്ള വീൽ ചെയർ ഉരുട്ടി നിഖിൽ ഡോക്ടർ കുര്യന്റെ മുമ്പിലേക്ക് വരുമ്പോൾ അയാൾ അന്നത്തെ അവസാന രോഗിയെ പറഞ്ഞയച്ച് ഒരു കോഫി കുടിക്കായിരുന്നു. എന്റെ മോളെ ദേ ഇവനുണ്ടല്ലോ, എന്താ സംഭവം എന്നറിയോ? ഒരു തുള്ളി കണ്ണീര് വരണല്ലോ. ഏഹേ, മസിലും പിടിച്ച് ഒറ്റ നിൽപ്പാ. ഞാനാണെങ്കിൽ ചങ്ക് തകർന്ന അവസ്ഥയിലും. ആകെ ചിരിച്ചു. പക്ഷേ നിന്നെ ജീവനായിട്ടോ. അവളുടെ കണ്ണു നിറഞ്ഞു. നിങ്ങൾ ഡോക്ടർമാരും പൈങ്കിളിയാണ്. അങ്കിൾ എങ്ങനെയാ ഇവളെ പോലെ ബുക്കൊക്കെ വായിക്കുന്ന കൂട്ടത്തിലാവല്ലേ? വാചകങ്ങളിലൊക്കെ വല്ലാത്തൊരു പൈങ്കിളി ടച്ച്. പോടാ ചെക്ക. മോള് സൂക്ഷിക്കണം. കുറച്ചു നാൾ കൂടി വീൽ ചെയർ മതിയാവും. പിന്നെ ഫിസിയോതെറാപ്പി മതി. അമ്മയും അച്ഛനും നിഖിലിനോട് സംസാരിച്ചു. വീട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവൾക്കറിയാം ആര് നിർബന്ധിച്ചാലും അതൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല. ഈ മുരുടന്റെ അടുത്ത് വെറുതെ സംസാരിച്ച് സമയം കളയാമെന്നേ ഉള്ളൂ. നിഖിൽ ലീവ് കഴിഞ്ഞ് ഓഫീസിൽ പോകുന്ന ദിവസം അവളെ ഒരുക്കി. ഇതെന്തിനാ ഇപ്പൊ ഞാൻ റെഡിയാവുന്നേ? അവനൊന്ന് ചിരിച്ചു. അവന്റെ ഓഫീസിലേക്ക് വീൽ ചെയർ ഉരുട്ടി അവൻ നടന്നു കയറുമ്പോൾ അവൾ അമ്പരപ്പോടെ ചുറ്റും നോക്കി. വെൽക്കം ആകാ എന്നുള്ള ആരവം സ്റ്റാഫ് മുഴുവൻ അവളെ സ്വീകരിക്കാനുണ്ടായിരുന്നു. ഇതാണ് നിന്റെ ഓഫീസ് മുറി. ദേ ഷെൽഫിൽ നിന്റെ ബുക്സ് ഉണ്ട്, അത്യാവശ്യം വായിക്കാം. പക്ഷെ എപ്പോഴും പറ്റില്ല. നിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ട്, ജോലിയെല്ലാം പറഞ്ഞുതരും. യു ഹാവ് ടു വർക്ക്. അവൻ മുറി കാണിച്ചു കൊടുത്ത് പറഞ്ഞു. അവൾ കണ്ണുമിഴിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് അവൾ കടന്നുപോയി. ആകക്ക് അതെന്തിനാണെന്ന് അപ്പം മനസ്സിലായി. അവളില്ലാതെ വയ്യ എന്ന് പറയാതെ പറയുകയാണ് അവൻ. ഓരോ നിമിഷവും കൺമുന്നിൽ ഉണ്ടാവണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒറ്റക്കാവുന്ന എനിക്ക് ഇഷ്ടമല്ല ആക എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. അവൾ അവൻ്റെ നമ്പർ ഡയൽ ചെയ്തു. നിഖി, ലവ് യു മോനു. നിഖിൽ ഒരു നിമിഷം നിശബ്ദനായി. പതിവ് പോലെ പൈങ്കിളി എന്ന് വെച്ച് കളിയാക്കിയില്ല. ബി വിത്ത് മീ, ഓൾവേസ് ബി വിത്ത് മീ. അവൻ മെല്ലെ പറഞ്ഞു. ഫോൺ കട്ടായി. ചിലരങ്ങനെയാണ്. മധുരവാക്കുകളുടെ തേച്ചുണ്ടായങ്ങളൊന്നും നോക്കാൻ നമ്മെ നെഞ്ചിലടക്കി ജീവിതം മുഴുവൻ ആ പ്രണയ രീതി ബന്ധനസ്ഥരാകുന്നു. ഒറ്റ